ഈ വീഡിയോയിൽ നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇത് കുറച്ചൊരു വലിയ ടോപ്പിക്കാണ്. അതേപോലെ തന്നെ എസ്സേയിലൊക്കെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്താണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെച്ചാലേ നമുക്കിത് എഴുതാൻ പറ്റൂ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം തന്നെ എന്തിനാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം കൊടുത്തു. അപ്പം കമ്പ്യൂട്ടർ അതിൻ്റെ അൽഗോരിതത്തിൻ്റെ സ്പീഡ് എത്ര സെക്കൻഡ്സിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പ്രോഗ്രാമാണ് അവിടെ റൺ ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? ഈ സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നോക്കുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ ടൈം ഗ്രോ ചെയ്യുന്നത്? അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സൈസ് മാസീവ് ആവുന്നതനുസരിച്ച് എങ്ങനെ നമ്മുടെ എക്സിക്യൂഷൻ ടൈം ഗ്രോ ചെയ്യുന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ഈ ഗ്രോത്ത് റേറ്റിനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി മാത്രമാണ്. അതിനെയാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് ബേസിക്കലി പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഒരു ഡെഫിനേഷനായിട്ട് നമ്മൾ ഇത്ര എഴുതിയാൽ മതി: ഇറ്റ് ഈസ് ദ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ ടു റെപ്രസെൻറ്റ് ദ ഫ്രീക്വൻസി കൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ നൊട്ടേഷൻസ് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഇക്വേഷൻസിലും എഫ് ഓഫ് എന്നും ജി ഓഫ് എന്നും വരുന്നുണ്ട്. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മുടെ അൽഗോരിതമായിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ ജി ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്യുന്ന റേറ്റ്. ഇനി മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ബിഗ് ഒ നൊട്ടേഷനെ നമ്മൾ അപ്പർ ബൗണ്ടായിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ: വേഴ്സ്റ്റ് കേസ് സിനാരിയോ. അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നമ്മളൊരു നമ്പർ ചെക്ക് ചെയ്യുകയാണ്. പക്ഷേ അത് ഫസ്റ്റും ഇല്ല, അതിൻ്റെ മിഡിലായിട്ടും ഒന്നുമില്ല, ഏറ്റവും ലാസ്റ്റേ നമുക്കത് കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്താ, നമ്മൾ ഫസ്റ്റത്തെ എത്ര നമ്പേഴ്സ് ഉണ്ടോ അതെല്ലാം ചെക്ക് ചെയ്ത ശേഷമേ നമുക്ക് ലാസ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം അതിൽ കൂടുതൽ സമയം ഇനി അത് എടുക്കാനില്ല. കാരണം ഫസ്റ്റിലും ഇല്ല, മിഡിലും ഇല്ല, ലാസ്റ്റിലേ ഉള്ളൂ. ഇനിയല്ല, ആ സീരീസിലേ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെല്ലാം എന്താണെങ്കിലും എല്ലാ കണ്ടീഷൻസിലൂടെയും ചെക്ക് ചെയ്തു പോകുന്നില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ വേഴ്സ്റ്റ് കേസ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നൊട്ടേഷനാണ് ബിഗ് ഒ നൊട്ടേഷൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ: 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മുടെ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നത് എവിടെയായിരിക്കും? ബിഗ് ഒ നൊട്ടേഷനിൽ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫും കൂടെ നിങ്ങൾ വരയ്ക്കുക. എസ്സേക്ക് ചോദിക്കുമ്പോൾ ഈ ഒരു ഡെഫിനേഷൻ എഴുതുക, ഗ്രാഫ് വരച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ നൊട്ടേഷനിലേക്ക് പോകാം. രണ്ടാമത്തെ നൊട്ടേഷനാണ് ഒമേഗ, അല്ലെങ്കിൽ ലോവർ ബൗണ്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇത് ബെസ്റ്റ് കേസ് സിനാരിയോ, അതായത് അറ്റ്ലീസ്റ്റ് ഇത്രയും സമയമേ ഇത് എടുക്കുകയുള്ളൂ എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു സംഖ്യ വേണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീരീസിൽ അത് രണ്ടാമതായിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അത് കൂടുതൽ സമയം എടുക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള സമയത്താണ് നമ്മൾ ഒമേഗ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ഗ്രാഫും നമ്മളോട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തതാണ് തീറ്റ. ടൈറ്റ് ബൗണ്ട് എന്നാണ് നമ്മൾ തീറ്റയെ വിശേഷിപ്പിക്കുന്നത്. അതായത് എക്സാക്ട് സിനാരിയോ, അത് ഇത്ര റേറ്റ് വരെ ഗ്രോ ചെയ്യുള്ളൂ എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നതിനാണ് തീറ്റ. അതുകൊണ്ട് അവിടുത്തെ ഇക്വേഷൻ എന്താ? ഈക്വൽ ടു, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് C1 G of n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 ഇൻറ്റു ജി ഓഫ് എൻ. ഇവിടെ നമ്മൾ 3 പോസിറ്റീവ് കോൺസ്റ്റൻസിന് എടുക്കുന്നുണ്ട്: C1, C2 ആൻഡ് N0. അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യമേ C1 എന്ന കോൺസ്റ്റൻറ്റിനെ എടുക്കുന്നു. C1 G of n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ C2 കാൽക്കുലേറ്റ് ചെയ്യും. അത് നമുക്ക് പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ തീറ്റ കണ്ടുപിടിക്കുന്നത്. ഇനിയുള്ളത് ലിറ്റിലോയും ലിറ്റിൽ ഒമേഗയുമാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാനില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി ആ ഡെഫിനിഷൻസ്. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു ലിറ്റിൽ ഒ എഫ് ജി ഓഫ് എൻ if and only if for any positive constant c greater than 0 there exists a constant n0 greater than or equal to 0 such that 0 less than or equal to f of n less than c g of n for all n greater than or equal to n0. ഇവിടെ നമ്മൾ ലിമിറ്റ് വെച്ചൊരു ഇക്വേഷൻ പറയുന്നുണ്ട്: ലിമിറ്റ് n tends to infinity f of n by g of n equal to 0. ഇനി ഇതിൽ ഒമേഗയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ചേഞ്ച് വരുന്നത്? ലിമിറ്റ് n tends to infinity എഫ് ഓഫ് എൻ ബൈ ജി ഓഫ് എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ലിറ്റിൽ ഒയിൽ 0യും ലിറ്റിൽ ഒമേഗയിൽ ഇൻഫിനിറ്റിയും വരുന്നു. അപ്പോൾ അത് രണ്ടും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ എസ്സേ ചോദിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷെ നമുക്ക് ബിഗ് ഒ, ഒമേഗ ആൻഡ് തീറ്റ
ഇത് വെച്ചിട്ടാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം, കാരണം നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇതാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷനിൽ എസ്സേ ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ട തിയറി ഭാഗം. ഇനി അതിൻ്റെ സപ്പാർട്ടായിട്ട് വേണമെങ്കിൽ നമ്മളോട് പ്രോബ്ലം ചോദിക്കാം. അപ്പോൾ പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇത്ര ഓർത്താൽ മതി. ബിഗ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് മാക്സിമം ലിമിറ്റ് ആയിരിക്കും. ഒമേഗ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഫ്ലോർ, അതായത് മിനിമം വർക്ക് റിക്വയർഡ് ആയിരിക്കും കാണിക്കുന്നത്. തീറ്റ എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട് മാച്ച് ആയിരിക്കും, അതായത് അൽഗോരിതം ഗ്രോസ് അറ്റ് ദ എക്സാക്ട് സെയിം റേറ്റ് ആസ് അവർ ബെഞ്ച് മാർക്ക്.